വീഡിയോ വേറൊന്നുമല്ല, ഇന്ന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന ടാസ്ക് ആയിരുന്നു. അതായത് മിഡ് വീക്ക് എവിക്ഷനിലേക്ക് പോകുന്നില്ല. ഇവരൊരു സീക്രട്ട് റൂം എന്ന് പറയാൻ പറ്റില്ല, അവിടെ ക്യാമറയില്ല, സൗണ്ട്സ് ഒന്നും കേൾക്കാൻ പറ്റില്ല, ഫുൾ ഇരുട്ടായിരിക്കും. അങ്ങനെ ഒരു റൂമിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ളൊരു ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അവരെ എവിക്റ്റ് ചെയ്ത് കളയാമെന്നൊരു കാര്യം ഇപ്രാവശ്യം പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരെ നമുക്കറിയാം. റെന, സാരിക, ഷാരിക, പിന്നെ ഒനീൽ, ദെൻ അനീഷ്. ഇവരെല്ലാവരും മോർണിംഗ് ടാസ്കിൽ വിളിച്ചിട്ട് നിങ്ങൾക്കുള്ള പാർട്ട്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ ആദ്യം തന്നെ റെന പറഞ്ഞു ഞാൻ സെലക്ട് ചെയ്യുന്നു. റെന എന്ത് ചെയ്തു? ജിസേലിനെയും നമ്മുടെ അവൻ്റെ പേര് മറന്നുപോലോ, ആര്യനെയും റെന എന്ത് ചെയ്തു? ജിസേലിനെ ആര്യനെയും ഫസ്റ്റ് സെലക്ട് ചെയ്തു. കാരണം അവർ രണ്ടുപേരും ഫിസിക്കലി നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിൽ റെനയ്ക്ക് അത്രയ്ക്ക് കേപ്പബിൾ ആയിരിക്കില്ല. അപ്പോൾ അവർക്കാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യാമെന്ന് കരുതിയിട്ട് റെന എന്ത് ചെയ്യുന്നു? ഇവർ രണ്ടുപേരെയും ഓപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ രണ്ടുപേരും പോയി. പിന്നെ അടുത്ത ആൾക്കാർക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ ആൾക്കാർ ഇത് ഓപ്റ്റ് ചെയ്യുന്നു. അതായത് അവർ ചെയ്തത് ഒനീലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒനീൽ റെന അവർ ചൂസ് ചെയ്യുന്നു. സാരിക എല്ലാവരും ചൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് ചൂസ് ചെയ്യുന്നത് അംബാനിയെയും അനൂനെയാണ്. പിന്നെ അവന് വലിയ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. പക്ഷേ അനീഷ് ഇവിടെ ബുദ്ധിപൂർവ്വമാണ് കേട്ടോ ബുദ്ധിപൂർവ്വമാണ് അംബാനിയും അനൂനും ഓപ്റ്റ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ അനീഷിന് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വന്നിട്ടുള്ളത് ഇവരുമായിട്ടാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ എപ്പിസോഡ്സിൽ അനീഷിനെയും അനൂനെയും ശരത്തിനെയും നല്ലപോലെ ലാലേട്ടൻ ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവർ അനീഷിന് വേണ്ടി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ പുറത്ത് നല്ല നെഗറ്റീവ് അവർക്ക് വരും എന്നറിയാവുന്നത് കൊണ്ടാണ് അനീഷ് അവരെ ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അനീഷ് അത്ര മണ്ടനായിട്ട് ചൂസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോഡിയമുണ്ട്. ആ പോഡിയത്തിൽ ഒരു ബക്കറ്റ് ഒരു ട്രേ ഉണ്ടാവും. ആ ട്രേക്കകത്ത് കുറേ കീകൾ ഇട്ടിട്ടുണ്ടാവും. പിന്നെ അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോക്സ് ഇങ്ങനെ പൂട്ടിയിട്ടുണ്ട്, താഴെ പൂട്ടിയിട്ടുണ്ട്. ഈ താഴിൻ്റെ താക്കോലും വേറെ കുറേ താക്കോലും എന്ത് ചെയ്യും? ഈ വെള്ളത്തിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അവിടെ നിൽക്കുക, അയാൾ എടുത്ത് കൊണ്ടുവന്ന് താക്കോൽ കൊണ്ടുവന്ന് ഒരാളുടെ കൊടുക്കുക, അയാൾ തുറക്കുക, അയാൾ അവിടെ പോയിട്ട് ചെളിയുള്ളൊരു ഏരിയ ഉണ്ട്, ആ ചെളിക്കകത്തുള്ളിൽ പോയിട്ട് ഒരു കോയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമ്മൾ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരും അവരവരുടെ സ്ഥലത്ത് വന്നിരിക്കുന്നു. എല്ലാവർക്കും ടാസ്ക് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ആവേശമാണ് കേട്ടോ. ചിലരൊക്കെ എനിക്ക് തോന്നുന്നു ബിൻസിയും ശക്തിയുമാണ് ഏറ്റവും സ്പീഡിൽ അങ്ങോട്ട് തുറക്കുകയും താക്കോൽ കിട്ടുകയും എടുക്കുക. അതൊരു ലക്കാണ് കേട്ടോ. ആരും അങ്ങനെ ഒരാളെ തോൽപ്പിക്കാൻ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ചെയ്തവരുണ്ടാവാം. അതൊരു ലക്കാണ് ആ താക്കോൽ കിട്ടുന്നത്. എന്തൊക്കെ ചെയ്തിട്ടും ആകെ കിട്ടുന്നത് 4 സെക്കൻഡ് 5 സെക്കൻഡാണ്. ഇതിൽ 4 സെക്കൻഡ് കഴിഞ്ഞ് 3 സെക്കൻഡ് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അനിമോളുടെയൊക്കെ പെട്ടി ഓപ്പൺ ആവുന്നത്. അപ്പം അവിടെയുള്ള മൊത്തം താക്കോലും കൊണ്ടിട്ട് ഓടുന്നു. ലാസ്റ്റ് അനിമോളുടെ ഇടയ്ക്ക് ഓടുന്നുണ്ട്. കാരണം അവർ മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും പോയി. ബാക്കി എല്ലാവരും ഇതിലെല്ലാം ഓപ്പൺ ചെയ്ത് പോയി. അതിനകത്തൊരു കോസ്റ്റ്യൂമുണ്ട്. ആ കോസ്റ്റ്യൂമെല്ലാം ഇട്ട്, കോസ്റ്റ്യൂമെല്ലാം കുറച്ച് ഗ്ലൗവും നീ ക്യാപ്പ് പോലത്തെയൊക്കെ ഉണ്ട്. അതെല്ലാം ഇട്ടിട്ട് പോയിട്ട് ചാടി എല്ലാം പോയി കോയിൻസ് എടുക്കുകയാണ്. ആ കോയിൻസ് എടുത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഗെയിം അവിടെ ഓവർ ആവുകയാണ്. മാക്സിമം കോയിൻ കിട്ടിയവർക്ക് ടോപ്പ് കിട്ടും. അതായത് മാക്സിമം കോയിൻ കിട്ടിയത് ജസീലും ആര്യൻ്റെയും ടീമാണ്. അതായത് റെനയ്ക്കാണ് മാക്സിമം കോയിൻ കിട്ടിയത്, 16 പോയിൻറ്റ് കിട്ടി. ഇപ്പോൾ റെനയ്ക്ക് 5 മാർക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ റെന, അത് കഴിഞ്ഞ് രേണുസുതിക്കും 3rd പൊസിഷൻ, 2nd പൊസിഷൻ സാരിക, ഫസ്റ്റ് റെന, 2nd പൊസിഷൻ സാരിക, 3rd രേണുസുതി, 4th വന്നിട്ട് ഐ തിങ്ക് 4th ആരാണ് വേറെ അവരിൽ കിട്ടിയിട്ടുണ്ടെന്ന് ഒനീലാന്ന് തോന്നുന്നു. 4th 5th പൊസിഷൻസാണ്, 5th 6th പൊസിഷനാണ്. അതായത് ഏറ്റവും കുറവ് കോയിൻ കിട്ടിയിട്ടുള്ളത് അനീഷിനാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ നിലവിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു റിലേറ്റഡ് ടു ദിസ് ഇൻസിഡൻറ്റ്. അത് ബേസിക്കലി അവർ ഒത്തുചേർന്ന് കളിച്ചതെന്ന് എനിക്ക് തോന്നിയില്ല. അംബാനിയൊക്കെ ഇവിടെ തോന്നുന്നു. ശരത്ത് കുറേയേറെ ഓടുകയും എടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറേ ആൾക്കാർ പറഞ്ഞാൽ ശരത്ത് കളിച്ചില്ല, ശരത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അതായത് അനീഷിനെ ഔട്ടാക്കാൻ കിട്ടിയ ഒരു ചാൻസ് ആയിട്ട് ശരത്ത് അത് യൂസ് ചെയ്തു എന്നാണ് കുറച്ച് പേര് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയ്ക്ക് വന്ന കുറച്ച് കമൻറ്റ്സ് വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ റിപ്ലൈ ചെയ്യാം. സോ അബി മാളു പറഞ്ഞിരിക്കുന്ന അനുവിൻ്റെ ചാട്ടം ശരിയാണ് കേട്ടോ. അനുവിൻ്റെ ആ ഒരു ചാട്ടം കണ്ടിട്ട് ഞാൻ തന്നെ ചിരിക്കുമായിരുന്നു. പറഞ്ഞു പുള്ളിക്കാരുടെ ചാട്ടം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര കോമഡിയാണ്. അതായത് അനു ഫസ്റ്റ് എന്ത് ചെയ്യും, അനു പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും തുറക്ക് ചേട്ടാന്ന് പറഞ്ഞിട്ട് അനു പോയിട്ട് ആ പോഡിയത്തിനുള്ളിൽ കയറ്റിട്ട് അനു ഒരു കീ എടുത്തൊന്നും തുറക്കുന്നുണ്ട്. അതൊന്നും ആരും കാണിച്ചിട്ടില്ല ബ്ലാക്കിലി. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ
ഷാനവാസ് വരുന്നുണ്ട്. ഷാനവാസ് വന്നിട്ട് പറഞ്ഞു ഇത് ഫൗൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനു പറഞ്ഞു നിങ്ങൾ പോകും, നിങ്ങളുടെ കഴിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് അനുവും പറയുന്നുണ്ട്. എനിവേയ്സ് ആ ഒരു ഇൻസിഡൻറ്റ് അങ്ങനെ പോവാണ്. അപ്പോൾ അനുവിൻ്റെ ആ ചാട്ടം ഭയങ്കര രസമാണ്. കാരണം ആദ്യം ഈ പെട്ടി തുറന്ന സന്തോഷത്തിൽ അനു ഇതിനകത്തുള്ള ഒന്നും എടുക്കാതെ വന്നിട്ട് ഒരൊറ്റ ചാട്ടം. അത് കഴിയുമ്പോഴത്തേക്ക് ശരത്ത് വന്നിട്ട് ഇങ്ങോട്ട് വാടി ഇതുപോലെ വിളിച്ച് കൊണ്ടുപോയിട്ട് ഗ്ലൗ ഒക്കെ ഇടിപ്പിക്കും. അപ്പോൾ ഒരു നീക്കാൻ വിട്ടിട്ട് വന്ന് ചാടും. അപ്പോഴത്തേക്ക് അനീഷ് അവിടെ നിന്ന് ഓടി വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് മതി. പക്ഷേ അനീഷിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. അനീഷിൻ്റെ മറ്റു സംഭവമാണെങ്കിൽ ഈ എംപൊസിഷൻ എഴുതി പഠിച്ച കുട്ടികളെ പോലാണല്ലോ. എല്ലാം ഒരു 10-15 വട്ടം പറയുകയാണ് പുള്ളിയുടെ ഒരു ഞാൻ അനീഷ് അങ്ങനെ പറയുന്ന പോലെ തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും വരുന്നില്ല. നമ്മുടെ ടീമിൻ്റെ സ്പിരിറ്റ് ഇനിയും ഗെയിം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സോ അനീഷ് ആ ഒരു മൈൻഡ് സെറ്റിലാണ് എടുത്തേക്കുന്നതെന്ന് തോന്നുന്നു. എനിവേയ്സ് അങ്ങനെ ഒരു അനുവിൻ്റെ ചാട്ടമുണ്ട്. ഇറ്റ്സ് വെരി ഫണ്ണി. ഞാനിവിടെ കട്ട് ചെയ്തിടാം കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ളത് അനുമോൾ. എല്ലാവർക്കും അനുമോൾക്കാണ് കൊടുത്തിരിക്കുന്നത്. തന്നെ അപ്പാനി വേസ്റ്റ് വാചക കസർത്ത് വായ്ത്താളം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിനും കൊള്ളില്ല. ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് എനിക്ക് തോന്നി അപ്പാനി അതിൽ ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ നമുക്ക് അറിയാൻ പറ്റില്ല, ഇറ്റ്സ് എ ഗെയിം ഷോ. അപ്പോൾ ചിലപ്പോൾ അപ്പാനിക്ക് ഏറ്റവും ദേഷ്യമുള്ളത് അനീഷിനോടാണ്. അനീഷാണല്ലോ ജയിലിലൊക്കെ കിടത്തിയത്. സോ ആ ദേഷ്യം വേണ്ടിയിട്ട് അപ്പാനി ചെയ്തോ ഇല്ലയെന്ന് അറിയില്ല. സോ അതിന് നമുക്ക് 67 ലൈക്സാണ് വന്നിരിക്കുന്നത്. പിന്നെ വേസ്റ്റ് അതായത് ഈ പുള്ളി കമൻറ്റ് ചെയ്തതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലീഷ് ടീച്ചറാണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ട്. ടീച്ചറോ സ്റ്റുഡൻറ്റോ വന്നിട്ടുണ്ട്. പിന്നെ എടോ ലക്ക് പോലെ ഇരിക്കും കീ കിട്ടുന്നില്ല. സത്യമാണ്. ആ ഒരു പ്രോപ്പർ ഒരു ഗെയിം ഷോ പോകുന്ന ലക്കിലാണ്. കാരണം ശക്തിയൊക്കെ പോയി തുറക്കുകയും ഇടിക്കുകയും കൂടെ ആയിരുന്നു. ഒരു ഒറ്റ കീയിലൊക്കെ ഓപ്പണായി വരുന്ന രണ്ടാമത്തെ കീയിൽ ഓപ്പണാക്കി. ഇപ്പോൾ ഇവർക്ക് എനിക്ക് തോന്നുന്നു അതിനകത്ത് കീ ഇല്ല, എന്നിട്ട് അപ്പുറത്തെ ആൾക്കാരുടെ കീ എടുക്കാൻ വരെ ഇവർ പ്ലാൻ ചെയ്തതാണ്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. ഒത്തിരി വിട്ട് അവർ കഷ്ടപ്പെട്ടത് തുറക്കാൻ വേണ്ടിയിട്ട്. സമ്മതിക്കണം നമ്മളത്. പിന്നെ അപ്പാനിയുടെ അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അത് കളിക്കാൻ അപ്പാനിക്കറിയാം, അനീഷിന് മനസ്സിലാക്കട്ടെ. അതായത് അപ്പാനിക്ക് കളിക്കാൻ അറിയാം, അപ്പാനി അങ്ങനെ കളിച്ചതാണ്, അനീഷ് മനസ്സിലാക്കട്ടെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ആരുടെയും സപ്പോർട്ടല്ല. ബട്ട് അനീഷ് മനുഷ്യ പെറ്റില്ലാത്ത ആൾ അതെന്താണെന്നറിയില്ല. ദർ ബി കമൻറ്റ്. ഓക്കെ. പിന്നെ അപ്പാനി ഒരു ചതി മണക്കുന്നുണ്ടല്ലോ. നമുക്ക് ഷോ കാണുന്ന ഓരോരുത്തർക്കും ഓരോരോ ഇൻട്രസ്റ്റ് അല്ലേ, അതായിരിക്കും. അനു കീ എടുത്താൽ മതിയായിരുന്നു. ശരത് ആദ്യം എടുത്ത കീ തന്നെ വീണ്ടും ഇട്ടതായിരിക്കും ലാസ്റ്റ് വരെ നിന്നിട്ട്. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. കാരണം പുള്ളി ഓടിപ്പോവാൻ കൈയുടെ പെട്ടെന്ന് വരെ അത് എടുക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. കാരണം അവിടെ ബിഗ് ബോസ് ഫസ്റ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട് അവിടെ ലിമിറ്റഡ് ക്യാമറയാണ് ഉള്ളത്. ആരും ക്യാമറ മറഞ്ഞ് നിൽക്കരുതെന്ന് ഫസ്റ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. സോ ആദ്യമേ പോയി അയാൾ എടുത്തിട്ട് വന്നിട്ടാണോ ചെയ്തതെന്നൊന്നും നമുക്കറിയില്ല. അയാൾ എന്തായാലും പോയി കൈയിടുന്നുണ്ടായിരുന്നു, ഓടുന്നുണ്ടായിരുന്നു, തുറക്കുന്നുണ്ടായിരുന്നു. നല്ലപോലെ ടെൻഷനായിട്ടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് അനുമോൾ എടുത്താൽ മതിയായിരുന്നു. സോ എനിക്ക് തോന്നുന്നു അനുമോൾ കുറച്ചുകൂടി സ്പോർട്സിൽ അവൾ എങ്ങനെയെങ്കിലും 1-2 ഗെയിമെങ്കിലും എടുത്തുകൊണ്ട് വന്ന് തുറക്കാനൊക്കെ ശ്രമിച്ചതിന് കള്ളത്തരങ്ങളൊക്കെ സ്റ്റാർ മാജിക്കിന് കിട്ടിയിട്ടുള്ളത് കൊണ്ട്. സോ എനിവേയ്സ് നമുക്കറിയില്ല. നമുക്കങ്ങനെ ചിന്തിക്കാതിരിക്കാം. അപ്പോൾ അനി വർക്ക്ഡ് ഹാർഡ്. പിന്നെ അനീഷിൻ്റെ അഹങ്കാരം കുറച്ച് കുറയട്ടെ. അനീഷിലെ LKGയിൽ കൊണ്ടിരുത്തണം. ഒരു കാര്യം 1000 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. സത്യമാണ്. കുറേ ആൾക്കാർക്ക് അത് വെറുപ്പാണ്. അനീഷ് ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കി ചെയ്താൽ കുറച്ചുകൂടി ബെറ്ററാണ്.